നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇറങ്ങിപ്പോടി വെളിയില്. പോവേണ്ടത് ഞാനല്ല, നീയാ. നീ ആദ്യം ഇറങ്ങിപ്പോ. പ്രണവിനി എനിക്കുള്ളതാ. അത്രയ്ക്ക് അഹങ്കാരായോടി നിനക്ക്. കാണിച്ചില്ല നിന്നെ ഞാൻ. എന്റെ പ്രണവിന്റെ ജീവിതത്തിലേക്ക് എനിക്ക് പകരം സ്ഥാനം പിടിക്കാൻ ഏതവള് ശ്രമിച്ചാലും ഇതായിരിക്കും ഗതി. ചിലപ്പോ ഞാൻ കൊന്ന് തള്ളിന്ന് വരും. ഓർത്തോ ഓർത്തോ നീ. ഗൗതം നന്നായി മുറിഞ്ഞിട്ടുണ്ട്. ഐശ്വര്യ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ചേട്ടാ വണ്ടി എടുക്കടാ. നീ ഒരു കാര്യം ചെയ്യും, ഇവിടുത്തെ ബില്ലെല്ലാം സെല്ല് ചെയ്യുന്നുണ്ട്. അത് നീ കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വെക്കും. ഞങ്ങൾ ഐശ്വര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എന്റെ പൊന്നേട്ടാ ഞാനിവിടെ വരാന്ന്. വേണ്ട പ്രണവേ, ഗൗതം പറയുന്ന പോലെ ചെയ്യാം. വാ ഐശ്വര്യ. ഐശ്വര്യ എത്ര നേരമായി ഞാൻ നിങ്ങളെ കാത്തിരിക്കാന്നറിയോ? പോയ കാര്യം എന്തായി? ഐശ്വര്യ കണ്ടോ? അല്ല പ്രണവ് എവിടെ? പ്രണവിന് ഒന്നില്ലേ? ഒന്നും പറയണ്ട. വെടി കൊണ്ട് പന്നിയെ പോലെ ഇവിടേക്ക് വന്നു കയറി. ഞാൻ പുറകെ നടന്ന് എന്തായിന്ന് ചോദിച്ചിട്ടും എല്ലാ ഏട്ടനും ഏട്ടത്തെയും പറയുന്നു പറഞ്ഞോണ്ടേ ബൈക്ക് എടുത്തോണ്ട് ഒറ്റ പോക്ക് പോയി. അല്ലേലും അവനായിട്ടൊന്നും പറയാറില്ലല്ലോ. എന്താ നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്നേ? ഐശ്വര്യ കാണാൻ പറ്റിയില്ലേ? കാര്യങ്ങളൊന്നും സംസാരിച്ചില്ലേ? അതോ ഐശ്വര്യ താല്പര്യമില്ലെന്നെങ്ങാനും പറഞ്ഞോ? ഏയ്, ഞാൻ പ്രണവിനെ കൊണ്ട് തന്നെ ഐശ്വര്യയുടെ എല്ലാം പറയിപ്പിച്ചു. ഐശ്വര്യ തിരിച്ച് സമ്മതം മൂളുകയും ചെയ്തു. പക്ഷേ എന്തൊരു പക്ഷേ? അത് അവസാന നിമിഷം ഒരു പ്രശ്നം ഉണ്ടായി അമ്മ. എന്തു പ്രശ്നം? അത് ശിവാനി റെസ്റ്റോറന്റിലേക്ക് വന്നു. എന്നിട്ട് ഐശ്വര്യക്ക് വല്ല കുഴപ്പമുണ്ടായോ? ഒരു ജഗ് എടുത്ത് തലക്കടിച്ചു കൊടുത്താൽ പിന്നെ കുഴപ്പമുണ്ടാവില്ലേ? നെറ്റി മുറിഞ്ഞു. പ്രണവിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഐശ്വര്യ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരുന്നു. ഐശ്വര്യ ഈശ്വരമംഗലത്തെ മരുമകളായി വന്നു കയറേണ്ട പെണ്ണ. അവളുടെ ദേഹത്ത് കൈവച്ചത് ആരാണെങ്കിലും അവളെ വെറുതെ വിടാൻ പാടില്ല. ഗൗതം, നീ നിന്റെ ഫ്രണ്ട് ACP വിളിക്ക്. ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണം. അമ്മ, കേസും കൂട്ടൊന്നും തൽക്കാലം വേണ്ട. എന്തുകൊണ്ട് വേണ്ട? പ്രണവിന്റെ സ്നേഹം ഐശ്വര്യ അംഗീകരിച്ച സ്ഥിതിക്ക് ഇനി അവൾ ഈ വീട്ടിലെ അംഗമാ. അതിന്റെ പേരിൽ അവളുടെ ദേഹത്തുനിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരെ അവളെ പിടിച്ച് അകത്തിടുക തന്നെ വേണം. അമ്മ ഒന്ന് സമാധാനപ്പെട്. ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമില്ലെന്നോ? എന്തുകൊണ്ട് പാടില്ല? അതെ നോക്കമ്മേ, നിയമപരമായിട്ട് ശിവാനി ഇപ്പോഴും പ്രണവിന്റെ ഭാര്യയാണ്. നമ്മൾ ആരെ തല്ലി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. ഇക്കാര്യത്തിലെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഐശ്വര്യ ആരും ആയിക്കോട്ടെ, അങ്ങനെ ചിന്തിച്ചു നോക്ക്. അവളുടെ തല അടിച്ചു പൊട്ടിക്കാൻ ശിവാനിക്ക് ആരാ അധികാരം കൊടുത്തത്? അത് പറ. അമ്മ പറഞ്ഞത് ശരിയാ. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന ശിവാനി ഐശ്വര്യ പ്രണവിന്റെ കാമുകിയാണെന്ന് എന്നെ വിളിച്ചു പറയില്ലേ? നമുക്കെല്ലാം അത് നാണക്കേടാവില്ലേ? എങ്കിലൊരു കാര്യം ചെയ്യേ, നീ വാ ഗൗതം, കാറെടുക്ക്. എന്നെ കൊണ്ടുപോയി ശിവാനിയുടെ മുന്നിൽ നിർത്തിത്താ എന്റെ ഈ കൈകൊണ്ട് ചെകിടടിച്ചു പൊട്ടിക്കും ഞാൻ അവളുടെ. എടാ വണ്ടി എടുക്കടാ. അമ്മേ പറയുന്നത് തൽക്കാലത്തേക്കൊന്ന് കേക്ക്. നമ്മളിപ്പോ ഒന്ന് അടങ്ങുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോ എടുത്തിയാടിയാ അത് ശിവാനിക്ക് വളവാവുകയുള്ളൂ. ഇതൊരു സെൻസിറ്റീവായ വിഷയമാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യുമോ? എനിക്ക് ആ വൃത്തികെട്ടവളെ അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യമുണ്ട് ഇപ്പോ. നിങ്ങളാണെങ്കിൽ ഒന്നിന് സമ്മതിക്കത്തില്ല.
മിണ്ടത്തുമില്ല. എന്ത് പറയാനെന്ന് പറ. അമ്മ, നമ്മുടെ പരിപാടിയൊക്കെ പാളുകയാണല്ലോ ഗൗതം. ഞാൻ ഇപ്പോഴും പറയുന്നു, ബുദ്ധിമോശമായിപ്പോയി ഗൗതമിന്റെ ഈ പ്ലാൻ. എനിക്ക് വിഷമം തോന്നുമെന്ന് കരുതി അത് മാറ്റാനായി ശിവാനിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഗൗതം ഒരിക്കലും ആഗ്രഹിക്കരുതായിരുന്നു. ഇത്രയും വൃത്തിയായിട്ട് ഒരുത്തിയെ നമ്മൾ എന്ത് പറഞ്ഞാ ന്യായീകരിക്കുന്നത്? അവള് തിരുത്തി സ്വഭാവം മാറ്റുമെന്ന് ഗൗതമിന് തോന്നുന്നുണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതുപോലൊരു സിറ്റുവേഷനിൽ പ്രണവിന്റെ സ്ഥാനത്ത് ഞാനും ശിവാനിയുടെ സ്ഥാനത്ത് നീയുമായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ശിവാനി ആയതുകൊണ്ട് ഒരു തല്ലിൽ ഒതുങ്ങി. നീ ആയിരുന്നെങ്കിലേ എന്റെ കാമുകയെ അവിടെ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നാനെ. ഇന്നത്തെ സംഭവത്തെ ഒരു യഥാർത്ഥ ഭാര്യയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമായിട്ടാണ് ഞാൻ കാണുന്നത്. വേറൊരു കാര്യം നീ ശ്രദ്ധിച്ചോ, ശിവാനിയെ ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിനെ പ്രണയിക്കാൻ പോയ പ്രണവിനെ അവളൊന്നും നുള്ളിപ്പോലും നോവിച്ചില്ല. അതിന്റെ അർത്ഥം എന്താ? പ്രണവിനെ അവൾക്ക് വേണമെന്ന് തന്നെയല്ലേ? അവനെ മറ്റൊരാൾ സ്നേഹിക്കുന്ന പോലും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നല്ലേ? എന്തോ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. എന്റെ നിധി എല്ലാം ശരിയായിക്കോളൂ. ഇപ്പൊ ശിവാനി ചൂട് പിടിച്ച് നിൽക്കുക. അതൊരിക്കലും തണുത്തു പോകാതെ സൂക്ഷിക്കുകയാണ് വേണ്ടത്. ഇന്ന് തന്നെ ശിവാനിക്ക് അടുത്ത ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഷോക്ക് ട്രീറ്റ്മെന്റോ? ഇനി എന്താ പ്ലാൻ? ഇവാ പറഞ്ഞുതരാം. സത്യം പറഞ്ഞ എനിക്ക് നല്ല പേടിയുണ്ട് ഗൗതം. വല്ലാത്തൊരു റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് എന്നെ കൂടെ പേടിപ്പിക്കില്ല നിധി. എന്റെ കയ്യിൽ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ട്. എന്താ പ്ലാൻ? അത് ആദ്യം ഒന്ന് പറ കേൾക്കട്ടെ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം വക്കീൽ നോട്ടീസ് അയച്ചത് നമ്മളാണ്. അന്ന് അങ്ങനെ ഒരാൾ അവിടെ താമസമില്ലാന്നും പറഞ്ഞ് ശിവാനി ആ നോട്ടീസ് തിരിച്ചയച്ചു. ഇനി നമ്മൾ അക്നോളജ്മെന്റ് രജിസ്റ്റർ ആയിട്ട് ഒരു നോട്ടീസ് കൂടി ശിവാനിക്ക് അയക്കാൻ പോവാം. എന്നിട്ട് ആ നോട്ടീസുമായി പോസ്റ്റ്മാൻ ശിവാനിക്ക് അടുത്തെത്തുമ്പോൾ അവിടെ നീയും ഉണ്ടാവണം. പോസ്റ്റ് ഓഫീസിൽ അതിനു വേണ്ട ഏർപ്പാട് ഞാൻ ചെയ്തോളാം. ഞാനെന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? ഉറപ്പായിട്ടും ശിവാനി ആ നോട്ടീസും കൈപ്പറ്റില്ല. പോസ്റ്റ്മാനെ കൊണ്ട് മനഃപൂർവ്വം നോട്ടീസ് റിസീവ് ചെയ്യാത്തതാണെന്ന് നോട്ട് എഴുതി വാങ്ങി വേണം അത് റിട്ടേൺ ചെയ്യാൻ. നോട്ടീസ് അയക്കാനുള്ള ഏർപ്പാട് ഇന്ന് തന്നെ നമുക്ക് വക്കീലിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അല്ല ഗൗതം, എന്റെ പ്രസൻസിലാവുമ്പോ ചിലപ്പോ ആ നോട്ടീസ് ശിവാനി ഒപ്പിട്ട് വാങ്ങിയാലോ? നമ്മുടെ പ്ലാൻ മൊത്തം പൊളിയില്ലേ? ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ ഒരു കാരണവശാലും ശിവാനി അത് വാങ്ങില്ല. അതിപ്പോ നീയെന്നല്ല ആര് കൂടെ നിന്നാലും. കാരണം പ്രണവിനെ കൈവിട്ട് കളയാൻ ശിവാനി തയ്യാറല്ലെന്ന കാര്യം ഉറപ്പാ. അപ്പൊ പിന്നെ എന്തിനാ ഇങ്ങനൊരു വക്കീൽ നോട്ടീസ് അയക്കുന്നത്? അതല്ലേ ഞാൻ പറഞ്ഞത്. ശിവാനി ഇപ്പൊ ഹൈ ടെമ്പറിൽ നിൽക്കുക. ആ ചൂട് ഒരിക്കലും തണുപ്പിച്ച് കളയരുത്. ഡിവോഴ്സ് നോട്ടീസ് ശിവാനി കൈപ്പറ്റിയാലും ഇല്ലെങ്കിലും നമ്മൾ വിവാഹമോചനത്തിന് ശ്രമിക്കുന്നുണ്ട് എന്ന വിവരം അവളെ ബോധ്യപ്പെടുത്തണം. എന്നാലേ അവള് താഴേക്ക് വരൂ. എങ്കിൽ നാളെ തന്നെ നമുക്ക് പോയി വക്കീലിനെ കാണാം. എന്നിട്ട് നോട്ടീസ് അയക്കാനുള്ള ഏർപ്പാട് ചെയ്യും. നാളെയല്ല, ഇന്ന്. ഇപ്പൊ തന്നെ നമ്മൾ വക്കീലിനെ കാണാൻ പോവാ. ഇപ്പോഴോ?